ബഷീറിൻ്റെ ഭൂമിയുടെ അവകാശികൾ. പരിഭ്രമം, തളർച്ച, ആകെ കുഴഞ്ഞു. കയറിലെ പിടിവിട്ടു പോകും. നീ ഓടിപ്പോയി നമ്മുടെ കോവണി കൊണ്ടുവരൂ. മരത്തിൽ പണിത വലിയ കോവണി. ഭാര്യ കൊണ്ടുവന്നു. പതുക്കെ കിണറ്റിലേക്കിറക്കി. കോവണി മുഴുവൻ കിണറ്റിലായി. അതിൻ്റെ മുകളിലത്തെ ഒരഴി മാത്രം വെള്ളത്തിൽ പൊങ്ങി നിന്നു. കയറ് പിടിച്ചു ആ അഴിയിൽ കയറി നിന്നു. കാലുകൾ വിറയ്ക്കുന്നു. സർവാംഗം വേദന, ശ്വാസം മുട്ടൽ, കിതപ്പ്. മുകളിലേക്ക് നോക്കി. ഒരു വലിയ കുഴലിൻ്റെ അകത്ത് അടിയിൽ നിൽക്കുന്നതുപോലെ. ആകാശം വളരെ ദൂരെ. അരമതിലിനടുത്ത് ഭാര്യയും അനുജത്തിയും. ഭാര്യയും മോളും. മോൻ്റെ തല കാണാം. ആകെ പരിഭ്രമം. കയറി രക്ഷപ്പെടാൻ ഒക്കില്ല. മുകളിലേക്ക് കയറാൻ സാധ്യമല്ല. രക്ഷയില്ലെന്ന് മനസ്സും അത് സമ്മതിച്ചു. മിനിറ്റുകൾ നീങ്ങുകയാണ്. മണിക്കൂറുകൾ. പതുക്കെ കഴിയും. സന്ധ്യയാവും. രാത്രി വരും. രാത്രി കിണറിനുള്ളിൽ എങ്ങനെ കഴിയും? വിറച്ചു. വെള്ളത്തിൽ വീഴും. അവസാനം അടുത്തുപോയി. മരിക്കേണ്ട ഘട്ടം വന്നിരിക്കുന്നു. മരണം. എടി, പതുക്കെ വിളിച്ചു പറഞ്ഞു. എനിക്ക് കയറാൻ വയ്യ. തളർന്നു പോയി. ഭാര്യയും മക്കളും നിലവിളിച്ചു. അത് കേട്ട് മകനും കരഞ്ഞു. ഭാര്യയുടെ അനുജത്തിയും കരഞ്ഞു. ആരെയെങ്കിലും വിളിച്ചാലോ? ആരെ വിളിപ്പിക്കും? അയൽപക്കങ്ങളിൽ മനുഷ്യരുണ്ട്. അവർ വന്ന് എങ്ങനെ കരകയറ്റും? അവർ വരുന്നതുവരെ പിടിവിടാതെ നിൽക്കാൻ കഴിയുമോ? ആകെ വിറയലുണ്ട്. വീണേക്കുമോ? ജീവിതത്തിൽ ഇതുപോലെ അപകടത്തിൽപ്പെട്ട ഘട്ടമുണ്ടോ? പണ്ട് യുവാവായിരുന്ന കാലത്ത് രാജ്യസഞ്ചാരിയായിരുന്നു. കിഴക്കാൻ തൂക്കായ മലകളിൽ കയറിയിട്ടുണ്ട്. അപകടം പിടിച്ച ഗുഹകളിൽ കയറിയിട്ടുണ്ട്. മലവെള്ളത്തിൽ നീന്തി രക്ഷപ്പെട്ടിട്ടുണ്ട്. മൈസൂർ രാജ്യം. മൈസൂരിൽ എവിടെയാണ്? ചിക്കബെല്ലാപൂർ, ഹാസൻ, ഷിമോഗ. എവിടെയോ പട്ടണത്തിൽ നിന്ന് 2-3 മൈൽ അകലെ ഏകാന്തമായ ഒരു കുന്ന്. അത് മുഴുവനും ഉണ്ടായ ഒരു പാറക്കെട്ടാണ്.